വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഞാനൊരു വീഡിയോ ചെയ്ത് ഓർക്കുന്നുണ്ട്. ഞാനൊരു ഷർട്ട് ഇട്ട് നമ്മളൊരു കാഷ്വൽ വെയറിൻ്റെ ഒപ്പം പോകുന്നൊരു മേക്കപ്പ് ലുക്ക്, നമ്മളൊരു ഓഫീസ് ഗോയിങ്ങോ അതെല്ലാം കോളേജിലൊക്കെ പോകുമ്പോൾ കാഷ്വലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐബ്രോൻ്റെ ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഇടാം, ഐബ്രോ ഫില്ലിങ് ഡീറ്റെയിൽ ആയിട്ട് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് റിക്വസ്റ്റൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ആ വീഡിയോ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. ഐബ്രോസിന് ശരിക്കും നല്ലൊരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെയാണുള്ളത് മേക്കപ്പിന്. കാരണം ചില ബ്രൈഡ്സിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ട്, എല്ലാം അടിപൊളിയായിരിക്കും, ഐ മേക്കപ്പും എല്ലാം നന്നായിരിക്കും, പക്ഷെ ഐബ്രോ കൊണ്ട് കൊളാക്കി വെച്ചിട്ടുണ്ടാവും. ഒന്നുകിൽ ഭയങ്കര വിട്ട് കൂട്ടിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഷേപ്പേ മാറ്റിയിട്ടുണ്ടാവും. ഐബ്രോൻ്റെയൊക്കെ ഷേപ്പ് മാറിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൊത്തം ഫീച്ചേഴ്സ് മാറിപ്പോവും. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വരച്ച് വെച്ച പോലെ ആവരുത് ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ, എന്നാൽ നാച്ചുറലായിട്ട് തോന്നിക്കുകയും വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടൈപ്പിൽ എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യാന്നുള്ളതാണ് ഞാൻ കാണിക്കണത്. നമുക്ക് ജെല്ല് വെച്ചിട്ട് ചെയ്യാം, പിന്നെ നമുക്ക് പൗഡർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം, പിന്നെ നമുക്ക് പെൻസിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. അപ്പം അങ്ങനെ കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ എളുപ്പവും എനിക്ക് കുറച്ചുകൂടെ പെർഫെക്ഷനും തോന്നിയിട്ടുള്ളത് നമ്മൾ പൗഡർ വെച്ചിട്ട് ഫില്ല് ചെയ്യണതാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പാലറ്റ് എൻ്റെ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണിത്. ഇത് ബ്യൂട്ട് കളറിൻ്റെ ഒരു പാലറ്റാണ്. അധികം റേറ്റ് ഒന്നും ഇല്ല, ഇതിനൊരു 180 200 ബിലോ ആണിത്. ഇതിൽ 2 ഷെയ്ഡ് കണ്ടോ, ഇങ്ങനെ ഒരെണ്ണം ബ്രൗണും ആണ്, ഒരെണ്ണം ബ്ലാക്കും ആണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫില്ല് ചെയ്താൽ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട്, കുറച്ചുകൂടെ നല്ല ലാസ്റ്റിംഗ് ആണ്. ഈ ഒരു റേറ്റിന് നല്ല ലാസ്റ്റ് ചെയ്യണ ഒരു പാലറ്റാണ് കേട്ടത്. എനിക്ക് കംഫർട്ട് ഇത് ചെയ്യണതാണ്. ഫസ്റ്റ് നമുക്കൊരു ഔട്ട്ലൈൻ കൊടുക്കാം. ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. മേലെന്ന് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കൊടുക്കരുത്, ഇവിടെ നിന്ന് നമ്മുടെ ഈ ഐബ്രോൻ്റെ ഹാഫ് പോർഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് വേണം നമ്മൾ കൊടുക്കാനായിട്ട്, ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട്. അതിപ്പോൾ ഞാൻ ഭയങ്കര തിന്നായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മേലെ വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ ഐബ്രോയ്ക്ക് കുറച്ച് ലെങ്ത് ഉള്ളു, വേണമെങ്കിൽ ലെങ്ത് കൂട്ടിയൊക്കെ കൊടുക്കാം. ലെങ്ത് കൂട്ടുമ്പോൾ എപ്പോഴും ബ്ലാക്ക് യൂസ് ചെയ്യരുത്, ബ്രൗൺ വെച്ച് തന്നെ ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ കൂട്ടണം എന്നൊന്നും നിർബന്ധമില്ല. ശ്രദ്ധിച്ചറിയാൻ പറ്റുമല്ലോ, ഇങ്ങോട്ട് വരുന്തോറും ഭയങ്കര തിന്നായിരിക്കും. പിന്നെന്താ, ഒരുപാട് ഹെയർസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മളതൊന്ന് അങ്ങനെ തന്നെ കൊടുക്കുക, ഒരുപാട് ഇങ്ങനെ വരച്ച് വെച്ച പോലെ ആവരുത്.
ഇപ്പോൾ ഡിഫറൻസ് തോന്നുന്നില്ലേ രണ്ട് ഐബ്രോസ് തമ്മിൽ? ഇനി നമ്മളിതൊരു ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു വേറൊരു നമ്മുടെ ഐബ്രോ പെൻസിലിൻ്റെ ബ്രഷാണ്, അത് വെച്ചിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഐബ്രോ പെൻസിൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏതാ ബ്രാൻഡ്, മിയോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഐബ്രോ പെൻസിലാണ്. അതിൻ്റെ കൂടെ തന്നെ കണ്ട ഇങ്ങനൊരു ബ്രഷും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടോ. അത് നമ്മളെടുത്തിട്ട് ഭയങ്കര നാച്ചുറലാണിത്, നമുക്ക് സുഖമാണ്, എളുപ്പമാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്നിങ്ങനെ എഴുതി കൊടുക്കുക തന്നെ ചെയ്യുന്നുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് ഈ ക്രയോൺസ് ഒക്കെ ഉണ്ടല്ലോ ആ ഒരു ടെക്സ്ചറാണ് ഇതിൻ്റെ. പക്ഷേ എഴുതിയിട്ട് ഭയങ്കര നാച്ചുറലായിട്ടാ തോന്നണേ, ഭയങ്കര നാച്ചുറലായിട്ട് തോന്നുന്നുണ്ട്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ നല്ല നാച്ചുറലായിട്ട് തോന്നുന്നുണ്ട്, എഴുതി വെച്ച പോലെയില്ലേ തോന്നുന്നില്ലേ? ഈ ഫില്ല് ചെയ്തതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ അടിപൊളി. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, നല്ലൊരു പെൻസിലാണ്. അപ്പം ഇവിടെ എനിക്ക് നല്ല ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നിങ്ങൾക്ക് എനിക്ക് വരയ്ക്കാനൊരു നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ക്രയോൺസ് ഒക്കെ ഇല്ലേ ആ ഒരു ടെക്സ്ചറാണ് ഇതിൻ്റെ, അതായിരിക്കാം. പക്ഷെ എനിക്ക് ഫില്ല് ചെയ്തിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ, നല്ല നാച്ചുറാലിറ്റി തോന്നുന്നുണ്ട്. ഇത് അടിപൊളിയാണ്, ഈ പെൻസിൽ അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ഇതായിട്ടൊന്നും തോന്നുന്നില്ല, നല്ല നാച്ചുറലായിട്ട് തന്നെയാണ് തോന്നുന്നത്. നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം. ഞാൻ ജെല്ല് വെച്ചിട്ട് എങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് റിമൂവ് ചെയ്യാം. ഗാർണിയറിൻ്റെ മേക്കപ്പ് റിമൂവറാണ് കേട്ടോ. ഇത് കുറച്ച് പാടാണ് പോകാനായിട്ട്, റിമൂവർ തന്നെ വേണം. ഇതായിരുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ജെല്ല് വെച്ചിട്ട് ചെയ്യാൻ നോക്കാം. ഇതാണ് നമ്മുടെ ജെല്ല്, APKയുടെ ആണ് കേട്ടോ. ഇതിൽ ഇങ്ങനെയാണ് വരുന്നത്, 2 ഷെയ്ഡ്സ് ഉണ്ട്, ഒന്ന് ബ്രൗണും ഒന്ന് ബ്ലാക്കും. നമ്മൾ ആ പൗഡർ കണ്ടില്ലേ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഈ സെയിം ബ്രഷ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നറിലൊക്കെ നമുക്ക് ബ്രൗൺ വെച്ചിട്ട് ചെയ്യാം, ഔട്ടറിലേക്ക് വരുമ്പോൾ നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. അത് നല്ല ഈസി ആയിട്ട് പോരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഫില്ല് ചെയ്യാം. നമുക്ക് ആദ്യം ഒരു ഔട്ട്ലൈൻ കൊടുക്കാം, മേലും താഴെ 2 ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ജെല്ലാവുമ്പോൾ ഇത്തിരി ഒന്ന് കെയർ ചെയ്തിട്ട് ചെയ്യണം. ഇത്രയും തിക്ക് കൊടുക്കണ്ട, ഞാൻ വെച്ചപ്പോൾ കുറച്ച് തിക്കായി പോയത്, ഇത്രയും വേണ്ട കേട്ടോ.
നല്ല ടെക്സ്ചറാണ്. കുറച്ച് ലെങ്ത് യൂസ് കൊടുക്കുന്നുണ്ട് കേട്ടോ, ലെങ്ത് ആക്കുന്നുണ്ട്. കുറച്ച് തിക്കാക്കി. ഇതെനിക്ക് ചേരുന്നില്ല, ഈ ഐബ്രോ എനിക്ക് ചേരുന്നില്ല ഇങ്ങനെ എഴുതണത്. പക്ഷെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കേട്ടോ. എന്നിട്ട് നമ്മുടെ പഴയ മസ്കാരയുടെ ഇങ്ങനത്തെ ബ്രഷ് ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ പക്ഷെ ഇങ്ങനെ കാണിക്കുന്നതാണ്. പഴയ മസ്കാര ഉണ്ടാവില്ല, ഇതിൽ ഒന്നുമില്ല, കാലി ചെയ്താണ്. ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മളതൊന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് ജെല്ല് വെച്ചിട്ട് ചെയ്യണത്. പക്ഷെ ഇതൊന്ന് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ പൗഡർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. കാരണം ഇല്ലാത്ത ഹെയർ നമ്മൾ വയ്ക്കുമ്പോൾ അത് ശരിയാവുന്നില്ല. ഞാൻ പൗഡർ വെക്കട്ടെ, എന്നിട്ട് ഞാൻ ഫില്ല് ചെയ്യട്ടെ. ഇപ്പോൾ കുറച്ചുകൂടെ നാച്ചുറലായിട്ട് തോന്നുന്നുണ്ട്, ഹെയർ ഉള്ളത് പോലെ തന്നെയാണ് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല, ശരിയായിട്ട്. എൻ്റെ ഷേപ്പ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എൻ്റെ ഈ ഐബ്രോൻ്റെ ഷേപ്പ് ഇങ്ങനെ തന്നെയാണ്. എന്നാലും ഞാനതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത്ര വിധത്തിൽ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് തന്നെയാണ് ചെയ്യാറ്. ഇത്രയും മതി. ഞാനങ്ങനെ അത്ര തിക്കായിട്ട് എഴുതാറില്ല, ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയതാണ്. അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ചും കൂടെ ഒന്ന് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇത് ഞാൻ PSCD ആണ്, കൺസീലർ എടുക്കുകയാണ്. ഹൈലൈറ്റ് ചെയ്യാനാണ് കേട്ടോ, ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൺസീലർ എടുക്കണേ. എന്നിട്ട് നമ്മൾ ഈ ഐബ്രോൻ്റെ മേലെയായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ടാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐബ്രോസ് നമ്മുടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും.
ഈ ഐബ്രോ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇപ്പുറത്തെ സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. കുറച്ച് മാത്രം എടുത്താൽ മതി കൺസീലർ കേട്ടോ. നമ്മളിത് ഡാബ് ചെയ്താണ് കൊടുക്കേണ്ടത്. ചിലപ്പോൾ ഐബ്രോൻ്റെ ഷേപ്പ് ഒന്ന് ചേഞ്ച് ആവും, കുഴപ്പമില്ല. ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക നമുക്ക് ലാസ്റ്റ് കേട്ടോ. ഇനി നമുക്ക് ഐബ്രോൻ്റെ താഴെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഹൈലൈറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് ഷിമ്മറി അല്ലെങ്കിലും കുറച്ച് വൈറ്റിഷ് ആയിട്ട് ഒന്ന് ആ ഭാഗം ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ എനിക്ക് നോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഇതാ ഈ ഒരു പാലറ്റിൽ നിന്ന് ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ മാത്രം ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ലൈറ്റിൽ കാണണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഇങ്ങനെ ഒന്ന് ഹൈലൈറ്റ് ആവും ആ ഒരു പാർട്ട്. അപ്പം അതുപോലെ നമുക്ക് ഐബ്രോൻ്റെ താഴെ ചെയ്യാൻ നല്ലതാണ് ആ ഒരു എടുപ്പ് കിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ ബ്രഷ്. ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് എടുക്കുന്നുണ്ട്. കുറച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് ഇത്രയും മതിയാവും കേട്ടോ, മുഴുവനായിട്ട് ചെയ്യരുത്. ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഞാൻ ശരിക്കും പറയാൻ ഞാൻ ഇത്ര തിക്കായിട്ടൊന്നും എഴുതാറില്ല. ഞാൻ ഐബ്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എഴുതില്ല, ഫില്ല് ചെയ്ത് കൊടുക്കാറുള്ളൂ. ഉള്ള ഐബ്രോനെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും, ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, അത്രയും ഞാൻ ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്താണ്. എനിക്ക് എങ്ങനെ ചേരണുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ വീഡിയോ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആ ഐബ്രോ പെൻസിൽ അടിപൊളിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പെൻസിൽ ഇതെനിക്ക് നല്ല ഇഷ്ടമായി, ചെയ്തിട്ട് നല്ല പെർഫെക്ഷൻ ഉണ്ട്. ഒരു ക്രയോൺ നമ്മൾ വരയ്ക്കുമ്പോഴുള്ളൊരു ഫീലില്ലേ, അങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി അങ്ങനെയാണ്. പിന്നെ ഇതിനൊരു ബ്രഷും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല സുഖമാണ് നമുക്കിങ്ങനെ നമ്മുടെ ഐബ്രോ ഇങ്ങനെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാനൊക്കെ നല്ല സുഖമാണ്, നല്ല നാച്ചുറലായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. എനിക്ക് 3 മെത്തേഡിൽ നിങ്ങളെ കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു. ഇതുപോലെ ആരും ചെയ്യണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. നമ്മുടെ ഐബ്രോ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് നമുക്ക് ചേരണ പോലെ ചെയ്താൽ മതി. ഇതിപ്പോൾ എനിക്ക് ചേരുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ പറയുമോ എങ്ങനത്തെ ടൈപ്പ് വീഡിയോ ആണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനതിന് റിപ്ലൈ തരാം. നമ്മൾ നോക്കാം, അതുപോലത്തെ വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയായിട്ടുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിനി എപ്പോൾ ഞാൻ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ഫസ്റ്റ് കാണാനായിട്ട് പറ്റും. പിന്നെന്താണ്, അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വേഗം വീണ്ടും കാണാം കേട്ടോ. ബൈ.